നിങ്ങൾ 3 പേരും നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ട് ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്നിട്ടുണ്ട്, നിങ്ങളുടെ കഥാപാത്ര ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 3 പേരും ഒരുമിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എടുക്കുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റൊക്കെ. അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർ ഒരു സിനിമ വരുന്നുണ്ട്, അതിൽ നിങ്ങളാണ് അല്ലെങ്കിൽ മെയിനായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രേക്ഷകർ സിനിമയ്ക്ക് മുമ്പ് തന്നെ കുറച്ച് പ്രതീക്ഷിക്കും, ഈ സിനിമ അടിപൊളിയായിരിക്കും, ഇവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയായിരിക്കും, ഓൾറെഡി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കും. അത് സത്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ആക്കാറുണ്ടോ? ആളുകൾ കുറച്ചും കൂടി സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ എക്സ്പെക്ടേഷൻ ചെയ്യുന്നത്? എനിക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് പോവരുതല്ലോ. നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടായെടുത്തിട്ടുണ്ട്, അത് പോകരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അത് ഓൾറെഡി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ തിരിച്ചു പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതാണ്. അപ്പം എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരു ട്രസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സിനിമകൾ ചിലപ്പോൾ ക്വാളിറ്റി ഉള്ള സിനിമകളാണ്, ഇയാളിങ്ങനെ നല്ല സിനിമ, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ഇയാളുടെ പടം പോയി കാണാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, അങ്ങനത്തെ രീതിയിൽ വരികയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കതൊരു പ്രഷറാണ്, പക്ഷേ അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ഇനി ചെയ്യുന്ന സിനിമകളൊന്നും മോശമാകരുതെന്ന് അത് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എത്ര ചൂസ് ചെയ്താലും ചിലപ്പോൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ വർക്ക് ആവണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ആ പ്രഷർ എപ്പോഴും ഉണ്ട്, പക്ഷേ അത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട്. മാക്സിമം അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുമുണ്ട്. അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്കിലും മോശം പറയരുത് എന്നുള്ള ഒരു ഇത് ആലോചിക്കാറുണ്ട്. എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഫീൽ ചെയ്യാറ്. ആ ഒരു ഇപ്പോൾ സജിൻ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ലിജോ പറഞ്ഞ പോലെയൊക്കെ തന്നെ, അത് പോവാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ, അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത് ശ്രമിക്കാറുണ്ട്, എല്ലാ രീതിയിലും. അത് വളരെ റെസ്പോൺസിബിളായിട്ടാണ് അതിനെ കാണുന്നത്. അത് മുടക്കുന്ന പ്രൊഡ്യൂസറിൻ്റെ കാര്യത്തിലായ മുതൽ അതിൽ ടെക്നീഷ്യൻസിനാണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിലും അത് കാണാൻ വരുന്ന പ്രേക്ഷകരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റേക്സ് ഉണ്ട് അവർക്കൊക്കെ. അപ്പോൾ പൈസ കൊടുത്തിട്ടാണ് പ്രേക്ഷകർ വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ എഫേർട്ട്, ഇത്രയും ദിവസം ജോലി ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമ്മളുടെ ഒരു യെസ്സിലായിരിക്കും ആ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അത്രയും പേരുടെ എഫേർട്ടൊന്നും വേസ്റ്റ് ആവാൻ പാടില്ല. നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയോട്. അപ്പോൾ അത് 100% നീതി പുലർത്തുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, ജോലിയിൽ ഒരു തരത്തിലുള്ള കള്ളത്തരവും ഇല്ലാതെ ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം സിനിമ നന്നാവും, നമ്മുടെ ജോലി നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നാവും തന്നെ വിശ്വസിക്കാം. അത് പിന്നെ പ്രേക്ഷകരുടെ കയ്യിലാണ്, അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ. നമ്മൾ എത്ര ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ആ ഒറ്റ ഷോ കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ശരിക്കുള്ള റിസൾട്ട് എന്താണെന്ന്. പക്ഷേ എന്നാൽ പോലും നമ്മൾ നന്നായി ജോലി ചെയ്തിട്ടുണ്ട്, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു, നമ്മുടെ കൺവിക്ഷൻ കറക്റ്റായിരുന്നു, എല്ലാം ആത്മാർത്ഥതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. ബാക്കിയൊക്കെ ബോണസാണ്.